നമസ്കാരം. ഓണത്തിന് ഒരു ഓണക്കോടി എന്ന വിന്റർ ഹെവൻ്റെ പ്രത്യേക പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ ഇക്ബാൽ കോളേജിന് അടുത്ത് ഷാജി എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലാണ്. ഷാജി ചേട്ടനെ നിങ്ങൾക്ക് പലർക്കും അറിയാം, എങ്കിലും കുറേ അപ്പം നമ്മൾ ഇന്ന് ഓണക്കോടി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വന്നു. സഹോദരൻ താങ്കൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഓണക്കോടി അതൊരു സ്വപ്നമാണ്, പ്രതീക്ഷയാണ്. അത് മാത്രമല്ല, അത് ഓണ സമ്മാനമാണ്. അതെ, അത് എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ആദ്യമായിട്ടാണെന്ന് പറയാം. ഇത് ഓണ സമ്മാനം എനിക്ക് ഒരു ഓണക്കാലത്ത് എനിക്ക് വരുന്ന എൻ്റെ ഒരു കുട്ടിക്കാലത്ത് പക്ഷേ എൻ്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ വാങ്ങി തന്ന ഒരു ഓർമ്മയല്ലാതെ മറ്റേ ആരെങ്കിലും എനിക്കൊരു ഈ ഒരു കണ്ടീഷനിലുള്ളൊരു പരിഗണിക്കപ്പെടേണ്ട ഒരാളാണെന്നുള്ള നിലയിൽ ഏതാണ് നിങ്ങൾക്കൊരു ഓണ സമ്മാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൗഹൃദങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ബന്ധുക്കളൊന്നും ഈ അടുത്ത കാലങ്ങളിലൊന്നും വാങ്ങി തന്നിട്ടില്ല, ഒരനുഭവം എനിക്കില്ല. അതുകൊണ്ട് ഇത് ഞാനൊരു ഓണ സമ്മാനം എന്ന് പറയുന്നത് അമൂല്യമായ ഓണ സമ്മാനം. ഇന്നിപ്പോ ഓണം എന്ന് പറയുന്നതെല്ലാം പരസ്യങ്ങളാണ്. പണ്ട് ഓണം അങ്ങനെ ആയിരുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും, ദീർഘമാക്കുന്നില്ല. ഏതാണ്ട് ഓണം ഒരു മാസത്തിന് മുമ്പ് തന്നെ ഓണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങും. എന്റെ കുട്ടിക്കാലം എന്നറിയാം. ഈ ഓണത്തിന്റെ ഊഞ്ഞാല്, ഓണത്തിന് വേണ്ടി തയ്യാറാകുന്ന നെല്ല് വയലേലുകൾ തുടങ്ങിയുള്ള മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം അന്ന് ഇതൊരു വലിയ സംഭവമാണ്. ഇന്നിപ്പോ എല്ലാവർക്കും ഓണമാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള കുറെ പേർക്ക് ഈ ഓണം വളരെ അപൂർവമാണ്. ഒന്നുകിൽ പ്രോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സൗഹൃദത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു നാട്ടുകാരന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സമ്മാനം ലഭിക്കണം. അത് ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇങ്ങനെ അതായത് ഇത്തരമുള്ള ആളുകളെ കണ്ടുപിടിച്ച് ഞാൻ താങ്കളുടെ വീഡിയോ മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വളരെ പാവപ്പെട്ട നിർധനരായ അങ്ങേറ്റം, ഈ പാവപ്പെട്ട എന്ന പേര് പോലും ഇപ്പോൾ പറയാൻ പാടില്ല അവസ്ഥയുള്ള കാലഘട്ടമാണ്. പക്ഷേ എങ്കിലും അത്തരം ആളുകളെ നിങ്ങൾ പോയി കാണുകയും അവരുടെ അവസ്ഥകളെ പരിഗണിക്കുകയും അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക എത്തിക്കുകയും അവർക്കൊരു ഓണക്കോടി കൊടുക്കുകയും ചെയ്യും. അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമല്ല, അവരുടെ മനസ്സിൽ പ്രാർത്ഥനയാണ്, വലിയ പ്രാർത്ഥനയാണ്. അതൊരു പക്ഷേ ശ്രവൺ എന്ന് പറയുന്ന താങ്കൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന കോടികളോ ലക്ഷങ്ങളോ അല്ലെങ്കിൽ 100, 50, 1000 അല്ല, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ആ വീഡിയോസിൽ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അത് എന്നെ പ്രേരിപ്പിച്ചത്, ഞാൻ കൃപാസനം ഒന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറയുന്ന പള്ളിയുണ്ട്. അപ്പൊ കൃപാസനമാണ് എന്റെ ഇൻസ്പിറേഷൻ. അപ്പൊ അവിടെ മാതാവെന്ന് കേട്ടിട്ടുണ്ടല്ലോ. മാതാവെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളേക്ക് മാതാവ് ആരാണെന്ന് അറിയില്ല. മാതാവ് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. യേശു ക്രിസ്തുവിന്റെ, സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായി ഭൂമിയിൽ നമുക്കൊപ്പം ജനിച്ച യേശു ക്രിസ്തുവിന്റെ അമ്മയാണ് ഈ മാതാവ്. അവിടെ നമ്മുടെ വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ട വേളാങ്കണ്ണി മാതാവില്ലേ, വേളാങ്കണ്ണി മാതാവ് കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലാണ്. അപ്പൊ മാതാവിനെ കണ്ട് പറഞ്ഞിരുന്ന സങ്കടങ്ങൾ പറഞ്ഞാൽ എല്ലാം നിവർത്തിച്ചു തരും എന്നുള്ളതാണ് സത്യം. ഇതുവരെ എന്റെ ജീവിതത്തിൽ നടക്കുന്നതല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം യാദൃച്ഛികതയല്ല, എല്ലാം അമ്മ മാതാവിന്റെ ഒരു പ്രത്യേക കാരുണ്യം കൊണ്ട് നടക്കുന്നതായി ഞാൻ ചിന്തിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായി ഈ കാരുണ്യ പ്രവർത്തികൾ എന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഉടമ്പടി എടുത്തിരിക്കുകയാണ്, കൃപാസനത്തിൽ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഈ ഉടമ്പടിയോടൊപ്പം, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ദൈവവും തമ്മിൽ നേർക്കുനേർ. ദൈവം നേർക്കുനേർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറെ കൂടെ പൊളൈറ്റ് ആവില്ലേ? ആ ലെവലിൽ നമ്മൾ വരും. ഒരു ഭയഭക്തിയോടുകൂടി നമ്മൾ ഭൂമിയിൽ ജീവിക്കും. അത് തന്നെയാണ് ഇതിന്റെ ഒരു തിയറി. ഇന്നത്തെ എടുത്തുചാട്ടം പിടിച്ച മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എടുത്തുചാട്ടം പിടിച്ച മക്കളുടെയും കുട്ടികളുടെയൊക്കെ യുവാക്കളുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ കൃപാസനം വലിയൊരു ഇൻസ്പിറേഷനാണ്. ഞാൻ ഇവിടുത്തെ ഉടമ്പടി എടുത്തിരിക്കുന്നു. ഞാനിങ്ങനെ ആ ഒരു ഭാഗമായി അമ്മ സാധുക്കളെ സഹായിക്കുക, അനാഥാലയങ്ങൾ സന്ദർശിക്കുക, രോഗികളെ കുളിപ്പിക്കുക, തലമുടി വെട്ടിക്കൊടുക്കുക, നഖം വെട്ടിക്കൊടുക്കുക, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ആയിട്ടുള്ള മനസ്സിന് സന്തോഷമുള്ള കുറേ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്നെ കൊണ്ടാകുന്ന പോലെ പ്രധാനപ്പെട്ട ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ചാരിറ്റി പോലെ ഒരു കാര്യം ചെയ്താൽ കൊള്ളാതിന്റെ ഒരു മനസ്സിലുള്ള ഒരു വിശ്വാസം ഏതായിരുന്നാലും വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതാണ് ഈ ഒരു സ്പിരിച്വൽ, അതായത് പ്രാർത്ഥന നിർഭരമായ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മയക്കുമരുന്ന്, ലഹരികൾ എന്തെല്ലാം വ്യത്യസ്തമായി ദൈവികമായ ഒരു ലഹരിയെ സ്വീകരിക്കാനുള്ള താങ്കളുടെ ലക്ഷ്യമാണ്. അതെ, കറക്റ്റ്. ഷാചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ദൈവികമായ ഒരു ലഹരി അതെന്റെ ശരീരത്തിൽ, സത്യത്തിൽ നമ്മൾ ഈ ചന്ദനം വീട്ടിൽ നട്ടു വളർത്തില്ലേ, ഈ ചന്ദനം ഭയങ്കര സുഗന്ധമുള്ളതാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിലായി എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ചെറിയ ജീവിതമാണ്, നമ്മുടെയൊക്കെ ചെറിയ ജീവിതം, ചെറിയൊരു ഫാമിലിയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചന്ദനം പെയ്തിറങ്ങാൻ തുടങ്ങി. അതാണ് കൃപാസനം. അപ്പൊ ആ ചന്ദനം അത്രയും സുഗന്ധപൂർണ്ണമായി ഇപ്പൊ എനിക്ക് കുറച്ചെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു മനസ്സിൽ മുന്നോട്ട് പോകാൻ. അതും ഇത് മാത്രമല്ല, നമ്മുടെ ജോലി, നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ ജോലികളും തിരക്കുകളും പൊതുപ്രവർത്തനവും ബിസിനസ് എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ ആണ് ഈ ചാരിറ്റി ചെയ്യുന്നത്. 2 മിനിറ്റ് ഇതിനുവേണ്ടി മാറ്റിവെക്കാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഞാനിവിടെ വന്നത് ഷാചേട്ടന് ഓണക്കോടി കൊടുക്കാനാണ്. അതിന് എന്തായാലും അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയാം. ഇത് പ്രിയങ്ക ടെക്സ്റ്റൈൽസ് കാര്യറ്റ് നൽകിയ ഓണസമ്മാനം. അത് 2 സമ്മാനങ്ങളുണ്ട്. അപ്പൊ ഇത് പ്രിയങ്ക ടെക്സ്റ്റൈൽസ് തന്നാണ്. കാര്യറ്റുള്ള നല്ല കടയാണ് കേട്ടോ, അവരുടെ മനസ്സാണ്. എനിക്ക് എല്ലാ കടകളിലും എല്ലാ സ്ഥലത്തുനിന്നും ഉപഹാരങ്ങളും ഞാൻ വാങ്ങാറില്ല, സെലക്റ്റബിൾ ആയിട്ടുള്ള ഉപഹാരങ്ങളാണ് വാങ്ങുന്നത്.
കൊള്ളാവുന്ന ആളുകളെ മനസ്സ് നിറഞ്ഞു തരുന്നതേ നമുക്ക് നമ്മളെ സുഹൃത്തുക്കൾക്ക്. ഷായി ചേട്ടൻ വേറെ ആരുമല്ല, എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു ആഗ്രഹം വന്ന നാളുകളിൽ എനിക്ക് നല്ല കഴിവുള്ള സാഹചര്യം വരികയാണെങ്കിൽ ഷായി ചേട്ടന് വലിയ സഹായം ഞാൻ ചെയ്യും. ഇതിനേക്കാളും വലിയ സഹായം എന്തെന്ന് ഞാൻ പറയുന്നില്ല, വലിയ സഹായം ചെയ്യാൻ മനസ്സുള്ളവനാണ്. അത് നമ്മൾ ചെയ്തിരിക്കും. അപ്പൊ 42ന്റെ നല്ല ഒരു കേട്ടോ ഓണക്കോടിയുടെ നല്ല കസവുള്ള ഉണ്ടല്ലേ, കൊള്ളാലോ. തീർച്ചയായിട്ടും ഈ വർഷം സ്റ്റേജിൽ കയറുന്നു. ശരി, പ്രോഗ്രാമിന് ഇത് കൊടുത്തോണ്ട് കയറണം. ആ ഡബിളാ, വലിയ മുണ്ട, ഡബിൾ മുണ്ട. അപ്പൊ ഇത് രണ്ടും ഇട്ട് വേണം ഓണം ആഘോഷിക്കാൻ. തീർച്ചയായിട്ടും ഇത് ഓണ സമ്മാനമാണ്. ഓണത്തോട് അടുപ്പിച്ച് ഞാൻ വരും. കുറച്ച് റൈസ് ഇല്ലേ, അരി കൂടി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അത് എത്തുന്ന മുറയ്ക്ക് അത് കൊണ്ടുവരും. തീർച്ചയായിട്ടും എന്നെ പോലുള്ള ആൾക്കാരെ പരിഗണിക്കുമ്പോൾ കുറെ കൂടി താഴോട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ എന്റെ ഭാഗത്തൊരു ശ്രമം ഉണ്ടാവും. ഞാൻ അങ്ങനെ ആരുടെയും നിർദ്ദേശം തന്നെ സ്വീകരിക്കും. ഞാനെപ്പോഴും എന്റെ താഴെയുള്ള കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. എന്റെ താഴെയുള്ളവർ നോക്കുമ്പോഴാണ് എനിക്കിവിടെ വലിയ കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നത്. എന്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരു സെക്കൻഡ് കൂടെ ജീവിക്കാൻ പറ്റില്ല. മറ്റു പലരുടെയും ജീവിതം പോകുന്നത് അതുകൊണ്ടാണ്. അത് വെച്ചിട്ട് നമ്മൾ ബെറ്റർ ആയിട്ട് ജീവിക്കും. അതെ, നമ്മൾ താഴെ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് വൈകല്യം എനിക്ക് കുറവാണ്. എനിക്ക് പലർക്കും പോകാൻ പറ്റുന്നു സ്വന്തമായിട്ട്. സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എവിടെല്ലാം പോകാൻ പറ്റുന്നു. പക്ഷേ പോകാൻ പറ്റാത്ത വീടുകളിനകത്ത് കിടക്കുന്നത് എത്ര പേരുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അനുഗ്രഹത്തിൽ ജീവിക്കുകയാണ്. തീർച്ചയായിട്ടും പൂർണ്ണ ആരോഗ്യവാനാണ്. ദീർഘായുസായിട്ടിരിക്കട്ടെ, നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. അതിനൊന്നും പേടിക്കണ്ട. ഞങ്ങളിത് തരുമ്പോ കൃപാസനം പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പരിശ്രമം ഏറ്റവും വലിയ വിജയകരമാകട്ടെ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഈ പരിപാടിക്ക് നിങ്ങളെ സഹായിച്ച അല്ലെങ്കിൽ എന്നെ ഉൾപ്പെടെ സഹായിക്കുന്ന പ്രിയങ്ക കാരറ്റ്, അവർക്ക് പ്രത്യേകമായ എന്റെ ഓണാശംസകൾ നേരുന്നു. ഓണാശംസകൾ. നല്ല മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതെ, അതോടൊപ്പം എനിക്കൊരു എളിയ റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ഷാച്ചേട്ടന്റെ വീട് എത്ര വർഷം മുമ്പ് കിട്ടിയ വീട്? ഏകദേശം 20 വർഷമാ പോകുന്നു. 20 വർഷം മുമ്പ് കിട്ടിയ ഒരു വീട്. ആ വീടിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. മുകളിൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ആ വീടിന്റെ മുകൾ ഭാഗം ആസ്പെറ്റോസ് ഷീറ്റാണ്. ഷീറ്റ് പൊട്ടിയിട്ട് ചേട്ടൻ പശയ്ക്ക് ഒട്ടിച്ചിരിക്കുകയാണ്. ഞാൻ കണ്ടാണ് പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. പൊട്ടിപ്പോയ ഷീറ്റുകളെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ മക്കളൊക്കെ എത്ര പേരാ? പെൺമക്കളാണ്. മൂത്തയാളെ പേര് ഷഫീന. ഇളയാളോ? അജിനാണ്. വളരെ ഹൃദ്രോഗി കൂടിയാണ്. ഇളയാള് അജിന ഹൃദ്രോഗി കൂടിയാണ്. ഇവിടെ തന്നെ ഉണ്ട്. മക്കളുണ്ട്. വൈഫിന്റെ പേര് അത് നജ്മ. വൈഫിന്റെ പേര് നജ്മ. തൊഴിലുറപ്പ് തൊഴിലാളി. അത് നമുക്കിപ്പോ മെൻഷൻ ചെയ്യണ്ടല്ലോ, ഇപ്പൊ സ്വാഭാവികമായി ചെറിയ പണിയല്ലേ. അപ്പം നമ്മൾ അദ്ദേഹത്തിനെ ഇനിയും നമുക്ക് സഹായിക്കേണ്ടതുണ്ട്. ഈ ഞാൻ കണ്ടെത്തുന്ന ആളുകളെയൊക്കെ നമുക്ക് ഇനിയും സഹായിക്കേണ്ടതുണ്ട്. അർഹതയുള്ളവരെയാണ് കണ്ടെത്തുന്നത്. എന്തായാലും ഈ നമ്മുടെ വിന്റർ ഹെവൻ ചാനലിലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് എന്റെ റിക്വസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ വീഡിയോ മറ്റു പലരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. സുമനസ്സുകൾ പലരും ഉണ്ടാവും, അവരിലേക്ക് ഈ ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഹൈ ബട്ടൺ കൂടെ അമർത്തിക്ക് ഹൈപ്പ് ചെയ്തിരിക്കുക. അതുപോലെ ഇത് ഷെയർ ചെയ്ത് എല്ലാവരും. ഷാച്ചേട്ടാ, നമ്മൾ കൃത്യമായിട്ട് ഇനി തീർച്ചയായിട്ടും വരും. ഷാച്ചേട്ടനെ വിട്ടുകളയില്ല, നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണും കേട്ടോ, എപ്പോഴും ഉണ്ടാവും. കൃപാസന മാതാവ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു ഭവനം തരും കേട്ടോ. നല്ലൊരു ഭവനം ഉറപ്പായിട്ടും തരും. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പ്രതീക്ഷ എന്ന് മാത്രമല്ല, അമ്മയോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതുവരെ എല്ലാവർക്കും നടത്തി കൊടുത്തിട്ടുണ്ട്, ജാതിമത ഭേദമന്യേ കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു പോക്ക്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. രജനീ കോകില കോമള കള ഗീതം ഗീതം ശ്രാവണ സുന്ദര ഗീതം.